മോഷണം വലുതാവുമ്പോൾ പ്രതിഫലവും വലുതായിരിക്കും. ചോർ ബസാറിൽ എത്ര വലിയ കള്ളത്തരം കാണിക്കുന്നോ അത്രയും വലിയ സമ്മാനം കിട്ടും. സാക്ഷാൽ രാഹുൽ ഗാന്ധി പശ്ചിമ ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ അവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസറായിരുന്ന മനോജ് കുമാർ അഗർവാളിനെ BJP സർക്കാർ ചീഫ് സെക്രട്ടറി ആക്കിയപ്പോൾ കാച്ചിയ ഡയലോഗാണിത്. പക്ഷെ രാഹുൽജി അങ്ങ് ദൂരെ ബംഗാളിലേക്ക് നോക്കുന്നതിന് മുമ്പ് സ്വന്തം പാർട്ടി ഭരിക്കുന്ന ഈ കേരളത്തിലേക്ക് ഒന്ന് നോക്കണം. ഇവിടെ എന്താ അതേ ചോർ ബസാർ ഫോർമുല സൂപ്പറായി നടപ്പാക്കിയിട്ടുണ്ട് നിങ്ങളുടെ സ്വന്തം മുഖ്യമന്ത്രി VD സതീശൻ. സെയിം ഇലക്ഷൻ ജയിക്കാൻ അണിയറയിൽ സഹായിച്ചവർക്കും ചാനലുകളിൽ വന്നിരുന്ന് വെളുപ്പിച്ചു കൊടുത്തവർക്കും ഇപ്പോൾ കട്ടയ്ക്ക് പദവികൾ വെച്ച് വിളമ്പുകയാണ് VD സതീശൻ സർക്കാർ. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണം. ഈ കോംബോയിലെ പുതിയ അവിശുദ്ധ മൂവർ സംഘം ആരൊക്കെയാണെന്ന് അറിയാമോ? അതിലൊരാൾ ഇക്കഴിഞ്ഞ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന ഡോക്ടർ രത്തൻ യു ഖേൽക്കർ ആണ്. വോട്ടെണ്ണൽ കഴിഞ്ഞു, UDF ജയിച്ചു, സതീശൻ മുഖ്യമന്ത്രിയായി. ഇലക്ഷൻ ഓഫീസറായിരുന്ന രത്തൻ ഖേൽക്കർ മുഖ്യമന്ത്രി VD സതീശന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായി. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ രണ്ടാമത്തെ അധികാര കേന്ദ്രം. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഔദ്യോഗിക രേഖകളിൽ BJPയുടെ സീൽ വന്ന വൻ വിവാദമായ സംഭവത്തിൽ ആരോപണ മുനയിലുള്ള ആളാണ് ഈ രത്തൻ ഖേൽക്കർ. ഇന്ത്യയിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഉണ്ടാകാത്ത രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ BJP സീൽ വരുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ്. ഇദ്ദേഹത്തിന് കീഴിൽ നടന്ന വോട്ടർ പട്ടിക പുതുക്കലിൽ 9 ലക്ഷത്തോളം വോട്ടുകളാണ് വെട്ടിമാറ്റപ്പെട്ടത്. എന്തിനാണ് ഇതേ രത്തൻ ഖേൽക്കറെ തന്നെ ധൃതി പിടിച്ച് സതീശൻ സെക്രട്ടറി ആക്കിയത്? രണ്ടാമത്തെ ആൾ റോയ് മാത്യു, മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറി. ഓൺലൈൻ മഞ്ഞ ചാനലായ മറുനാടൻ മലയാളിയുടെ മുൻ ചീഫ് എഡിറ്ററും കോൺഗ്രസിനെ വെള്ളപൂശാൻ ഇറങ്ങിയ മാധ്യമ പ്രവർത്തകനുമായ റോയ് മാത്യു ആണ് അടുത്തയാൾ. ലവ് ജിഹാദ് നിയമം കേരളത്തിൽ കൊണ്ടുവരണമെന്ന് വാദിച്ച ചാനൽ ചർച്ചയ്ക്കിടെ ഒരു യുവതിക്കും കുഞ്ഞിനുമെതിരെ വംശീയ പരാമർശം നടത്തി ഒടുവിൽ പോലീസിൽ പരാതിയായപ്പോൾ മാപ്പ് പറഞ്ഞ പക്ക മുസ്ലിം വിരുദ്ധ ചിന്താഗതിയുള്ള ഒരാളാണ് ഇനി മുഖ്യമന്ത്രിയുടെ മാധ്യമകാര്യങ്ങൾ നിയന്ത്രിക്കുക. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചിട്ട് അവർക്കെതിരെ വിഷം ചീറ്റിയ മറുനാടൻ ടീമിനെ തന്നെ നെഞ്ചോട് ചേർക്കുന്ന സതീശന്റെ ഈ ന്യൂ നോർമൽ മതേതരത്വം കണ്ട് ലീഗും ജമാഅത്ത് ഇസ്ലാമിയും ഇപ്പോൾ കൺകുളിർക്കെ നോക്കി നിൽക്കുകയാണ്. മൂന്നാമത്തെയാൾ ജാജു ബാബു, അഡ്വക്കേറ്റ് ജനറൽ. കേരളത്തിലെ സർവകലാശാലകളെല്ലാം കാവ്യവൽക്കരിക്കാൻ നോക്കുകയും RSS അജണ്ടകൾ അടിച്ചേൽപ്പിക്കാൻ നോക്കുകയും ചെയ്ത മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പക്ക വിശ്വസ്തനായ ലീഗൽ അഡ്വൈസർ ആയിരുന്നു ഇദ്ദേഹം. പിണറായി സർക്കാരിനെതിരെ ഗവർണർക്ക് വേണ്ടി കോടതിയിൽ വാദിച്ച അതേ ജാജു ബാബുവിനെ തന്നെയാണ് സതീശൻ ഒടുവിൽ AG ആക്കിയത്. കക്ഷി കോൺഗ്രസ്സുകാരനാണെന്നും ചില അടക്കം പറച്ചിലുകളൊക്കെ ഉണ്ട്. അതിപ്പോ കോൺഗ്രസും BJPയും തമ്മിൽ പക്ക ഡീൽ ഉള്ളത് കൊണ്ട് കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അപ്പോൾ ഡീൽ എവിടൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. മംഗലാപുരത്തെത്തി BJP NDA നേതാക്കളെയും അദാനി ഗ്രൂപ്പ് ചെയർമാനെയും രഹസ്യമായി കണ്ടതിന് സതീശൻ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല എന്നതും നമ്മൾ മറക്കരുത്. രാഹുൽ ഗാന്ധിയുടെ ചോർ ബസാർ തിയറിയും RSSന്റെ കാവ്യ അജണ്ടയും ഒന്നിച്ചു ചേരുമ്പോൾ കോൺഗ്രസ് കാട്ടുന്ന ഈ അവിശുദ്ധ ഡീലുകൾക്കെതിരെ വരും ദിവസങ്ങളിൽ ചോദ്യങ്ങൾ കനക്കുമെന്ന് ഉറപ്പാണ്.